വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യാനുള്ള കാരണം നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് വലിയ രീതിയിൽ ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരു കാര്യം കൂടി നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം പല തവണ വന്നിട്ട് സപ്പോർട്ട് എടുത്ത ഏരിയയും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു സപ്പോർട്ടിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, 1, 2, 3 കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ടും പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി അതിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നും ഇപ്പൊ അതിന്റെ അടുത്തോട്ട് ഓൾറെഡി അതിന്റെ അടുത്തോട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, നോക്കിയാൽ കാണാം. ഇവിടെ നിന്നൊരു സപ്ലൈയും കൂടി നടന്ന ഒരു ഏരിയയാണ്. ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1 അവറിലാണ് ആദ്യമായിട്ട് പോകുന്നത്. 1 അവറിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് നോക്കിയാൽ കാണാം, നേരത്തെ നമ്മൾ വരച്ച ഒരു ലൈൻ, ഇന്നലെ ഒരു സപ്പോർട്ട് എടുത്തു എന്ന് പറഞ്ഞ ലൈനിലേക്ക് ഇന്നും വന്നിട്ട് ഏറെക്കുറെ ഇതിന്റെ അടുത്ത് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ റെസിസ്റ്റൻസ് വരച്ച ഏരിയയിലേക്ക് എത്തിയിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ചെറിയൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 1 അവറിൽ നമ്മൾ കാണുന്നത്. ഇനി 1 അവറിൽ മറ്റൊരു കാര്യം കൂടി നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും കൂടി ഉണ്ട്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി 1 അവറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെ, ഇതൊരു നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഡീപ്പ് പുൾ ബാക്ക് എടുത്ത് മുകളിലോട്ട് പോയി ഒരു റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പൊ അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 1 അവറിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നതിൽ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. ഈ ഏരിയയിൽ 2 തവണ മാർക്കറ്റ് ഇവിടെ തന്നെ ഒരു കൺസോളേഷൻ ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ തവണ വന്നിട്ട് അവിടെ ഹിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഒരു സ്വിംഗ് ക്രിയേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു കറന്റ്ലി ഒരു റിസ്ക് എൻട്രി ഉണ്ട്. പരമാവധി അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നുണ്ട്. കാരണം മാർക്കറ്റ് നോക്കിയാൽ കാണാം, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരു ഷിഫ്റ്റ് തരാനുള്ള സാധ്യതയുണ്ട് മുകളിലേക്ക്. അങ്ങനെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിലോട് കൂടി ഷിഫ്റ്റ് തരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി കിട്ടും. നമുക്ക് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ, നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ലെവൽ വരെ അതിൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഒരു എൻട്രി സാധ്യത ഉള്ളതാണ്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് നല്ലൊരു ക്യാൻഡിൽ ഇറങ്ങുകയാണ്. ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ നിന്ന് നല്ലൊരു ക്യാൻഡിൽ ഇറങ്ങുകയാണെങ്കിൽ അടുത്തൊരു എൻട്രി സാധ്യത അവിടെ നിന്ന് ഒരു സെൽ എൻട്രി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാർഗറ്റ് ഏറെക്കുറെ ഈ ഒരു ഇതുവരെയൊക്കെ ടാർഗറ്റ് കിട്ടും. ചെറിയ ടാർഗറ്റ് ആണ്, എന്നിരുന്നാലും ഇവിടെ വരെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞൊരു സപ്പോർട്ടിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ 2 ടാർഗറ്റ് ഇവിടെ ഉണ്ട്. ഇനി ഇതാണ് ഒരു ബൈ എൻട്രി, സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്ന മാർക്കറ്റ് കുറച്ചും കൂടി ഈ ഒരു ഏരിയനെയും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ, അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണ്, ഈ ഒരു ക്യാൻഡിലിന്റെ പാറ്റേണിലേക്ക് മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണെങ്കിൽ 9510 100ലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടാർഗറ്റുകളെല്ലാം ഈ ഒരു സ്വിംഗ് ഹൈകളെ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാം. അതും കഴിഞ്ഞ് ഈ ഒരു ഏരിയ വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്
ഇവിടെ ഒരു സ്ട്രോങ് സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. അപ്പോൾ അത് റീടെസ്റ്റിന് വേണ്ടി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇംബാലൻസും കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് റീടെസ്റ്റിന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് 3 എൻട്രികൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നൊരു സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ട് കറണ്ട് പൊസിഷനിൽ നിന്ന്, ഒന്ന് കറണ്ട് പൊസിഷനിൽ നിന്നൊരു ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു ബൈ എൻട്രിക്കുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കൺഫർമേഷനോട് കൂടിയ വലിയൊരു ക്യാൻഡിൽ റിജക്ഷനോ വലിയൊരു ക്യാൻഡിലോ മറ്റോ ഡിമാൻഡ് ക്യാൻഡിലോ മറ്റോ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഏറെക്കുറെ ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അതായത് റെസിസ്റ്റൻസ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ മൊത്തം 4 എൻട്രികളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 4 എൻട്രികളിൽ ഏതൊക്കെ വർക്ക് ചെയ്യുന്നുള്ള കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ ഏരിയയിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്ത് നമുക്ക് എൻട്രികൾ എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.